देगा। बिल्कुल सीनियर को बुलाओ ना। We are not tolerating this nonsense. We are not tolerating this nonsense. आप तो मुझे बताओ, आप लोग बैठोगे या नहीं बैठोगे? बैठूंगा। चलो कैसे रोकेंगे? 5 घंटे हो गए, निकालो सब लोग गाड़ी और चलो। वो कश्मीर एयरपोर्ट नहीं उतरे। ഇന്നലെ നമ്മൾ എല്ലാവരും ഒരു ലേഡിയുടെ വീഡിയോ കണ്ടു. വി ആർ ജെൻസി, വി വോണ്ട് ടോളറേറ്റ് ദിസ് എന്ന് പറഞ്ഞ ലേഡിയുടെ വീഡിയോ കണ്ടു. ഒരു ഫാക്ട് പറയട്ടെ, അത് ഇന്നലെ നടന്ന സംഭവമല്ല. അതായത് 2026 ഓഗസ്റ്റ് 19 നടന്ന സംഭവമല്ല. ഈ സംഭവം നടന്നിരിക്കുന്നത് 2026 ജൂലൈ 25 ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, പ്രധാന മീഡിയാസ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്നുണ്ടല്ലോ, കാർഗിൽ ലഡാക്ക് മേഖലയിലെ മിൻമിനാഗ് ചെക്ക് പോയിന്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ലേഡിയും അവരുടെ കൂടെ വന്ന ആളുകളും ഈ മിൻമിനാഗ് ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവരെ ഇറങ്ങി ചെന്ന് ചോദിക്കുന്ന വീഡിയോസ് ആണ് നമ്മൾ കണ്ടത്. വി ആർ ജെൻസി, വി വോണ്ട് ടോളറേറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്നത്, ഞങ്ങൾ കാശ്മീരീസ് അല്ല, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് എന്നൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു ലേഡി അവിടെ സംസാരിച്ചിരിക്കുന്നത്. റോഡ് ക്ലോസ് ചെയ്ത 2 കാരണങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ആദ്യത്തെ ഒരു കാരണം നമ്മുടെ ബാഡ് വെതർ ആയിരുന്നു, അത് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ആർമി ചീഫായ സോജിൽ ഗുംബ്രയും അവരിലൂടെ യാത്ര ചെയ്യുകയാണ്. കാരണം ഇവർ ആദ്യം യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഹെലികോപ്റ്റർ മുഖേനയാണ്. ബാഡ് വെതർ ആവുകൊണ്ട് ഇവർക്ക് അതിലൂടെ പോകാൻ സാധിച്ചില്ല. ഇവർ അപ്പോൾ എന്താ റോഡ് ഗതാഗതം സ്വീകരിച്ചു. അപ്പോൾ അവരുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ടാണ് അവിടെ റോഡ് ക്ലോസ്ഡ് ആയത്. പിന്നെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഈ ലേഡിയോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ജെൻസി ആണ്, ഓക്കെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ജെൻസി തന്നെയാണ്. പക്ഷെ നിങ്ങൾ കാശ്മീരീസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് പാലിക്കാൻ ഇവിടുന്ന് പോകുന്നവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ കാശ്മീരീസ് അല്ല, നിങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്ന സ്റ്റുപ്പിഡ് മെന്റാലിറ്റിയാണ്. ഈ റോഡ് ഗതാഗതം ക്ലോസ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവിടുത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് ആ ഒരു റൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും, കുറച്ച് മണിക്കൂറിലെങ്കിലും റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്യാറുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ 2, നമുക്കറിയാം നമ്മൾ കേരളത്തില്, അതായത് മഴക്കാലവും അല്ലെങ്കിൽ മണ്ണിടിച്ചിലും മോശം കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി, മൂന്നാർ, വാഗമൺ പോകുന്ന റൂട്ടെല്ലാം ബ്ലോക്ക്ഡ് ആണ്. കർശനമായിട്ട് നിർദ്ദേശമുണ്ട് അതിലൂടെ പോകരുത്. അപ്പൊ ചില ബാഡ് വെതർ ഒക്കെ ഉള്ളത് കൊണ്ടും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ അവരുടെ നിർദ്ദേശവും റെസ്ട്രിക്ഷൻസും അനുസരിച്ചേ മതിയാകുള്ളൂ. അല്ലാതെ ഞാൻ ജെൻസിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ 1 മാസം മുന്നേ നടന്ന സംഭവം ഇപ്പോൾ കുത്തി പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പ്രൊപ്പഗണ്ടയാണെന്നും നിങ്ങൾ ചിന്തിക്കണം.